എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസ് ആണ് നമ്മൾ ഓരോ എപ്പിസോഡിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള സാരീസും വൈറ്റ് സാരീസും എല്ലാം നമ്മൾ കണ്ടു. ഇന്നത്തെ പക്ഷേ നമ്മൾ കാണുന്നത് ക്രിസ്മസ് കളക്ഷൻസ് ആണ്. പക്ഷേ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ, വൈറ്റ് അല്ലെങ്കിൽ റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻസ് അല്ല, വേറെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ്. നമ്മൾ ചെക്കോട്ട സാരീസ് തന്നെയാണ് കാണുന്നത്. എല്ലാം റെഡി ഫോർ സെയിലാണ്. സിംഗിൾ പീസസ് ആണ് എല്ലാം. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന സാരീസിൽ കുറച്ച് ഹെവി വർക്ക് ആയിട്ടുള്ളതാണ്. നേരത്തെ വളരെ സിമ്പിളായിട്ടുള്ളതല്ല, കുറച്ച് ബുളിയൻ നോട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഇരിക്കുന്ന സാരീസാണ്. ബഡ്ജറ്റിൽ വരുന്ന രീതിയിലുമാണ് ഈ സാരീസ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സാരീസും കണ്ടു നോക്കാം. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഈ സാരിയിൽ നമ്മൾ മുന്താണിയുടെ രണ്ട് വശത്തും നടുക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് വലിയ ഡിസൈനും നടുക്കും മറുവശത്തും കുഞ്ഞു ഡിസൈനുമാണ് തയ്ച്ചിരിക്കുന്നത്. ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ്, പണ്ട് മുതലേ ഉള്ളൊരു കളർ കോമ്പിനേഷനാണ് ബ്ലൂ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ. ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ബൂളിയൻ നോട്ടും ചുറ്റും ഡെയ്സിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ആ കളർ കോമ്പിനേഷനും. അതുപോലെ തന്നെ ഡാർക്ക് ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ മെഹന്തി ഗ്രീൻ എന്ന് പറയുന്ന ഗ്രീനും കൊണ്ടാണ് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് തയ്ച്ചിരിക്കുന്നത്. സ്റ്റെം ബ്രൗൺ കളറും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. നടുക്ക് അതിൻ്റെ ഒരു ഫ്ലവറും രണ്ട് ബഡും ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് നടുക്ക് ചെയ്തിരിക്കുന്നത്. മറുവശത്തും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മറുവശത്തും മുന്താണിയുടെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ രണ്ട് പാറ്റേൺ ആണ്, സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആയിട്ട് രണ്ടെണ്ണം നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം തയ്ച്ചു, അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ ചെയ്തു. ഇതൊരു ടർക്കോയിസ് ബ്ലൂ കളർ ഷെയ്ഡ് സാരിയാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ റണ്ണിങ് പോർഷനിൽ രണ്ട് ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഒരു വലിയ ഡിസൈൻ, പിന്നെ കുറച്ചും കൂടെ ഒരു മീഡിയം സൈസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വലിയ ഡിസൈൻ, അത് ഇതുപോലത്തെ തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് പിങ്ക് പ്രിൻറ്റഡ് ബ്ലൗസ്, ഇങ്ങനത്തെ ഡാർക്കും രണ്ട് ഷെയ്ഡിലുള്ള ബ്ലൗസ് പ്രിൻറ്റഡ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിട്ടാൽ നല്ലതായിരിക്കും. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1849 ആണ്. 1849 ആണ് ഇതിൻ്റെ റേറ്റ്. 1849. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അടുത്തതൊരു ക്രീം കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് ഷെയ്ഡ് സാരി ക്രീമിലാണ്. കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ്, ഭയങ്കര ബ്രൈറ്റ് ഓറഞ്ച് അല്ല, ലൈറ്റായിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സും ലൈറ്റ് ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. മറുവശത്ത് അതിൻ്റെ ഒരു കുഞ്ഞ് ഡിസൈനാണ് മറുവശത്ത് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് സൈഡിലും ഡിസൈനിങ് വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. ഒരു 3 ഇഞ്ച് ഗ്യാപ്പിലും ഇതുപോലത്തെ 3 ഡിസൈൻ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വിത്ത് ബ്ലൗസ് പീസാണ്. ഈ ഒരു സാരി മാത്രമാണ് നമ്മൾ ഇന്ന് വിത്ത് ബ്ലൗസ് പീസ് കാണുന്നുള്ളൂ. ബാക്കി ഒന്നിനും ബ്ലൗസ് പീസ് ഇല്ല. ഈ ഒരു സാരിക്ക് ബ്ലൗസ് പീസ് ഉണ്ട്. സ്ലീവിലും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1800 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരി ഒരു അടിപൊളി സാരിയാണ്. ബ്ലാക്കിൻ്റെ അകത്ത് പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡും ലൈറ്റ് ഗ്രീനുമായിട്ട് നടുക്ക് ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെ നടുക്ക് അടിപൊളി ഡിസൈനിങ്ങും 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ട് ഈ ഫ്ലവേഴ്സ് തയ്ച്ചേക്കുന്നത് നല്ല എടുപ്പുമുണ്ട്. ബ്ലാക്ക് താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനും ഡിസൈനുമാണിത്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ്. റണ്ണിങ് പോർഷനിൽ സെയിം വലിയ ഡിസൈൻ തന്നെയാണ് റണ്ണിങ് പോർഷനിലും തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഉടനെ തന്നെ വീണ്ടും 2 ഡിസൈൻ അടുപ്പിച്ച് തയ്ച്ചിരിക്കുകയാണ്. നല്ല രസമാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഈ കളർ കോമ്പിനേഷൻ അടിപൊളി കളർ കോമ്പിനേഷനുമാണ്. അപ്പോൾ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റിലും ഈ സെയിം ഡിസൈൻ തന്നെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. 2 എണ്ണം ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിലും ഒരെണ്ണം ചെസ്റ്റിലും അടുപ്പിച്ച് ഇത്രയും ഫ്ലവേഴ്സ് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാവും. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനുമാണ്.
അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഇതുപോലത്തെ 3 ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റും ചെസ്റ്റുമായിട്ട് വരും. ഒരെണ്ണം കാലിൻ്റെ അവിടെ, ഒരെണ്ണം മുന്താണിയിൽ, ഒരെണ്ണം റണ്ണിങ് പോർഷനിൽ, അങ്ങനെയാണ് വരുന്നത്. ഇത് ബീഡ്സ് അല്ല വെച്ചിരിക്കുന്നത്, ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൊണ്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ബ്ലാക്ക് ബ്ലൗസ് അല്ലെങ്കിൽ ഈ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ബ്ലൗസ് പീസ് ഇട്ടാലും നല്ലതായിരിക്കും. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2400 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു പിങ്ക് കളർ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ബ്ലൂവിൻ്റെ ഡബിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. മുന്താണിയുടെ ഒരു വശത്ത് ഇതുവരെ ബൂളിയൻ നോട്ടും കാസ്റ്റോൺ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്സ് ആണ്. ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ ബൂളിയൻ നോട്ട്സും ലൈറ്റർ ഷെയ്ഡ് ബ്ലൂവും കൊണ്ട് കാസ്റ്റോൺ സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെം ബ്രൗൺ കളറും ലീവ്സും 2 ഷെയ്ഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. മറുവശത്തും നടുക്കും ഇതുപോലത്തെ കുഞ്ഞു ഡിസൈനാണ് നടുക്കും. അതുപോലെ തന്നെ അപ്പുറത്തെ വശത്തും മുന്താണിയുടെ അപ്പുറത്തെ എൻഡിലും തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. വലിയ മുന്താണി കണ്ട സെയിം പാറ്റേൺ 2 അടുപ്പിച്ച് ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ്. ബോട്ടം പ്ലീറ്റ്സിൽ കുഞ്ഞു കുഞ്ഞു പാറ്റേൺസ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ബോട്ടം പ്ലീറ്റ്സ് ഫുള്ളും ഇതുപോലെ തന്നെ ഒരു വലിയ ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ തയ്ച്ചിരിക്കുന്നതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ കഴിഞ്ഞ് പ്ലീറ്റ്സിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് 4 തയ്ച്ചിരിക്കുന്നത്. ഗ്യാപ്പിലിട്ട് ഒരു 10 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്ത ഡിസൈൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത ഡിസൈൻ, അങ്ങനെ 10 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ 5 ഡിസൈനാണ് പ്ലീറ്റ്സിൽ 4 ഡിസൈനാണ് ബോട്ടം പ്ലീറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇത് നമുക്ക് കാസ്റ്റോൺ സ്റ്റിച്ചും അതുപോലെ തന്നെ ബൂളിയൻ നോട്ടും തയ്ച്ചേക്കുന്നത് കാരണം കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് 2500 ആണ് ഇതിൻ്റെ റേറ്റ്. ഇന്ന് നമ്മൾ 4 കളർ ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. ഞാൻ യൂഷ്വലി എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോഴും 4 സാരീസാണ് മിക്കതും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണിക്കാനും ഡിഫറെൻറ്റ് എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ഓരോ ഡിസൈൻസും ഒരേ ദിവസവും കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം. എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഒരു സാരിയിൽ കണ്ട ഡിസൈൻ അടുത്ത സാരിയിൽ ചെയ്യാണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒരു സിംഗിൾ പീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റീക്രിയേഷൻസ് വന്നാൽ മാത്രമാണ് അത് റീക്രിയേറ്റും ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം സിംഗിൾ പീസായിട്ട് തന്നെ യൂണിക് ഡിസൈൻ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിസൈൻസ് താല്പര്യമുണ്ടെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. നമ്മൾ റിക്രിയേഷൻസും അല്ലെങ്കിൽ കസ്റ്റമൈസേഷനും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റു കുറച്ച് സാരീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.